ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക്കായ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നല്ലോണം. അപ്പൊ നിങ്ങളെല്ലാം നല്ലോണം പഠിച്ചെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ലാസ്റ്റ് പറഞ്ഞിരുന്നതാണ്, നിങ്ങളെല്ലാം ഡെറിവേറ്റീവിനെ കുറിച്ച് നല്ലോണം നോക്കണം എന്ന് പറഞ്ഞു. +1 പഠിച്ചതിൻ്റെതായ ബാക്കി അത് നല്ലോണം പഠിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കാണുമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇന്ന് ഏത് പഠിക്കുകയാണ്? ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുകയാണ്. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ പഠിച്ചു വെച്ചതിന്റെ ബാക്കിയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, അപ്പോ എന്താണ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഒറ്റ ഡെഫിനിഷൻ അതേ ഉള്ളൂ ഡെറിവേറ്റീവ് വരുന്നത്. പക്ഷെ നമുക്ക് ആ ഡെഫിനിഷനെ ഫോളോ ചെയ്ത് നമ്മൾ കണ്ടെത്തിയ കുറച്ച് റിസൾട്ട് ഉണ്ട്. അതുപയോഗിച്ചാണ് സെവറൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ഡെറിവേറ്റീവ് അത് മാത്രം ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് പറയാണ്. ഒരു f(x) എന്ന ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഡിനോട്ട് ചെയ്യുന്നത് f'(x) ആണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷന്റെ ചേഞ്ചിൽ വരുന്ന റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് f'(x) നമ്മൾ പറഞ്ഞു. അതാണ് ഇപ്പൊ ഫംഗ്ഷൻ x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. x എന്ന് പറയുന്ന ഡൊമൈനിൽ ഇരുന്നപ്പോൾ ഫംഗ്ഷൻ f(x) എങ്കിൽ എക്സിൽ ചെറിയ ചേഞ്ച് വരുത്തി ഞാൻ x+h എന്ന ഡൊമൈനിലോട്ട് എത്തിയെങ്കിൽ ഫംഗ്ഷൻ ഏതായിട്ട് മാറാം? f(x+h) ആയിട്ട് മാറി. ഇപ്പൊ ഫംഗ്ഷനിൽ ഒരു ചേഞ്ച് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഈ ചേഞ്ചിന്റെ റേറ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെറിവേറ്റീവ്. ആ റേറ്റ് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചേഞ്ച് കാണണം. ചേഞ്ച് കാണാൻ ഇപ്പോൾ ഏതിലെത്തിയോ അതിൽ നിന്നും നേരത്തെ ഏതിരുന്നോ അതിന് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതിന്റെ റേറ്റ് കാണാൻ നമ്മൾ എന്തുകൂടെ ചെയ്യുക? കറസ്പോണ്ടിങ് ഡൊമൈനിന്റെ ഡിഫറൻസ് എന്താണ്? ഡിവൈഡ് ചെയ്യുക. അപ്പൊ x+h - x വരുമ്പോ ഏത് കിട്ടും? h എന്ന് കിട്ടും. ഇനി പറഞ്ഞ എന്താണ്? ചെറിയ ചേഞ്ച് വരുത്തിയ ഏത് ചേഞ്ചാ വരുത്തിയെ? h ടെൻസ് ടു 0. ഏകദേശം ടെൻസ് ടു 0 എന്ന് പറഞ്ഞ ചെറിയൊരു ചേഞ്ച് ആണ് ഞാൻ എക്സിന് വരുത്തിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ ഡെഫിനിഷന്റെ പ്രത്യേക പേരും പഠിച്ചു. അതാ പഠിച്ചേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പഠിച്ചു. ഓർമ്മ കാണുമല്ലോ. അപ്പോ ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ f(x) is denoted by f'(x) and is defined by f'(x) equal to limit h tends to 0 f(x+h minus f(x) divided by h എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ലിമിറ്റ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്? ഡെറിവേറ്റീവ് പഠിച്ചത്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ കുറെ ചെയ്തു. ഓർമ്മിക്കണുണ്ടല്ലോ, കുറെ നമ്മൾ എന്താണ് ഫോർമുല ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതുകയാണ്. അപ്പൊ നിങ്ങൾ ഇത്രയൊന്ന് നോട്ട് ചെയ്യണം. ഇപ്പോ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് ഞാൻ എഴുതി തരുന്ന ഒരു 20-22 എണ്ണം ഉണ്ട്. ഇത്രയും എഴുതുകയും വേണം, നല്ലോണം എഴുതി പഠിക്കുകയും വേണം. അത് മറക്കരുത്. ഇത് പഠിച്ചാലേ നമുക്ക് അങ്ങോട്ടെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. ഇത് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിന്റെ ബേസിക് ആൾജിബ്രയിൽ കുറച്ചുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ ഏതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ. ഇത്രയും നമ്മൾ +1 പഠിച്ച കാര്യമാണ്. എങ്കിലും നമ്മൾ അതിന് ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓരോ പ്രോബ്ലം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ വർഷത്തിലോട്ട് വരാം. ഓക്കെ, അപ്പൊ അത്രയും ശ്രദ്ധിക്കുക. എഴുതാം. ആദ്യം നമുക്ക് പറയാം. അപ്പൊ പറഞ്ഞു f(x)ന്റെ ഡെറിവേറ്റീവിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടേ f'(x) എന്ന് ഡിനോട്ട് ചെയ്യും. എങ്ങനെ ഡിനോട്ട് ചെയ്യും? f'(x) എന്ന് ഡിനോട്ട് ചെയ്യും. ഓർ എങ്ങനെയാണ്? ഡെറിവേറ്റീവ് ഓഫ് f(x) d/dx ഓഫ് f(x) എന്നാണ്. അതായത് d/dx ഓഫ് f(x) ഡെറിവേറ്റീവ് ഓഫ് f(x) വിത്ത് റെസ്പെക്ട് ടു x എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോ ഏതാണ് വിത്ത് റെസ്പെക്ട് ഏത് വേരിയബിൾ ആണോ പറയുന്നത് ആ വേരിയബിൾ ആയിരിക്കും ഫംഗ്ഷൻ വരേണ്ടത്. എങ്കിലേ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തതെല്ലാം കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അല്ലാതെ ചെറിയ ചേഞ്ചിൽ വന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അത് അപ്പോഴും പറഞ്ഞുതരാം. അപ്പോ വിത്ത് റെസ്പെക്ട് ഏത് വേരിയബിൾ ആണോ നടക്കുന്നത് ആ വേരിയബിൾ തന്നെ ഏത് വരണം? ഫംഗ്ഷന് വരണം. അത് വേരിയബിളിന് അല്ലാതെ വന്നാൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, അങ്ങനെ f(x)ന്റെ ഡെറിവേറ്റീവിനെ f'(x) എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓർ എന്താണ്? d/dx ഓഫ് f(x). d/dx ഓഫ് f(x) ആണ് ഏത്? f'(x) എന്ന് പറയുന്നത്. ഓർ എങ്ങനെയും ചെയ്യാം? d/dx ഓഫ് f(x) എന്ന് പറഞ്ഞാൽ y അല്ലേ? dy/dx എന്ന് പറയാം. എന്താണ് dy/dx? ഇനിയുണ്ട്. പിന്നെ ഏതാണ്? y കൊണ്ടൊന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഏതാണ്? y' എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ എന്താണ് കുറച്ച് റിസൾട്ട് ആണ്. നിങ്ങൾ നല്ലോണം എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ നോക്കാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ എഴുതുകയാണ്.
നിങ്ങൾ എഴുതിയെടുക്കുക. നമുക്ക് ഡെറിവേറ്റീവിന് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡി ബൈ ഡി എക്സ് ആണ്. അപ്പൊ എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എക്സ് അല്ലാതെ വരുന്നതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് വന്നാൽ ആൻസർ എന്തായിരിക്കും? 0 ആണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 കഴിഞ്ഞ വർഷം പഠിച്ചതാ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ പഠിച്ചേ? 2x എന്ന് പഠിച്ചു. അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x പഠിച്ചു. എന്താ പഠിച്ചേ? -1/x² എന്ന് പഠിച്ചു. അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പഠിച്ചു. എന്താ പഠിച്ചേ? n ഇൻറ്റു എക്സ് റൈസ് ടു n-1 പഠിച്ചു. അടുത്ത് പഠിച്ചു ഡി ബൈ ഡി എക്സ് ഓഫ് √x പഠിച്ചു. ഏതാ പഠിച്ചേ? 1/2√x എന്ന് പഠിച്ചു. ഇനി അടുത്ത് പഠിച്ചു ഏതാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഏതാണ്? log x പഠിച്ചു. എന്താ log x എന്ന് പറയുമ്പോ 1/x ആണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് e റൈസ് ടു x. e റൈസ് ടു x ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e റൈസ് ടു x തന്നെയാണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് a റൈസ് ടു x. a റൈസ് ടു x ന്റെ ഡെറിവേറ്റീവ് a റൈസ് ടു x ഇൻറ്റു log a. അപ്പോ ഇത്രയും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് 0 കോൺസ്റ്റന്റ് പഠിച്ചു, എക്സ് പഠിച്ചു, x² 1/x, x റൈസ് ടു √x ഇത്രയും ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ല. നിങ്ങളിപ്പോ ഇത് നമ്മൾ എന്താണ് സപ്ലിമെന്ററി ടോപ്പിക്കിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഇത് റിസൾട്ട് മാത്രം വെച്ച് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ ഇത് പഠിച്ചിരിക്കുക, ഇത്ര അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് വരുന്നത് ട്രിഗണോമെട്രിയുടെ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. എല്ലാവർക്കും അറിയാലോ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? കോസ് എക്സ്. അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? -sin x. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? sec²x. ഓക്കെ, അപ്പൊ ഇനിയുണ്ട്. ഇത്രയും നമ്മളൊന്ന് എഴുതുക. എഴുതിയതിനു ശേഷം നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും നല്ലോണം എഴുതുന്ന കൂട്ടത്തിന് പഠിക്കുകയും കൂടെ വേണം. അപ്പോൾ ഒന്ന് പോസ് ചെയ്ത് എഴുതുക. ബാക്കി ഞാൻ അടുത്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് വരെ പറഞ്ഞു. ഇനി അടുത്ത് നോക്കാം. അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് കഴിഞ്ഞ അടുത്ത് കോട്ടെക്സ്. കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec²x. അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് sec x. sec x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec x ഇൻറ്റു ടാൻ എക്സ് എന്നാണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് cosec x. മൈനസ് cosec x ഇൻറ്റു കോട്ടെക്സ്. അപ്പൊ ഇത്രയുമാണ് ട്രിഗണോമെട്രിയിൽ വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഏതാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഡെറിവേറ്റീവ് ആണ് 1/√(1 - x²). അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പഠിക്കുന്നവർക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എളുപ്പമായിരിക്കും. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/√(1 - x²). അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഏത് വരുന്ന? കോസ് ഇൻവേഴ്സ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? 1/1 + x². അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? 1/1 + x². അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പഠിക്കുന്നവർക്ക് ഏത് പഠിക്കാൻ പറ്റും? കോട്ട് ഇൻവേഴ്സ് പഠിക്കാൻ പറ്റും. കാരണം ഇത് നേരത്തെ സൈൻ ഇൻവേഴ്സ് പറഞ്ഞ പോലെ ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഏതാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് പറഞ്ഞവർക്ക് കോട്ട് ഇൻവേഴ്സ് എക്സ് പഠിക്കാം. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? -1/1 + x². നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ഏതാണ്? sec ഇൻവേഴ്സ് എക്സ്. sec ഇൻവേഴ്സ് എക്സ് പറയുമ്പോൾ 1/x ഇൻറ്റു √(x² - 1). ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് sec ഇൻവേഴ്സ് എക്സ് ഏതാണ്? 1/x ഇൻറ്റു √(x² - 1). നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് cosec ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കും? ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും അല്ലെ? -1/x ഇൻറ്റു √(x² - 1). അപ്പൊ ഇത്രയാണ് നമുക്ക് ഡെറിവേറ്റീവ് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, 12 അത്രയാണ് 12 to 20 അല്ലെ? 20-21 കൊണ്ട് തോന്നുന്നു. എണ്ണി നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലവണ്ണം പഠിക്കുക. ഇത്ര പഠിച്ചാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്തതാണ്. ഇത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് റിസൾട്ട് മാത്രം മതി. അപ്പൊ നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. എപ്പോഴും എന്താണ് ഇത് പഠിച്ചാലേ നമുക്ക് അടുത്ത ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് അറിയില്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. ഡെറിവേറ്റീവ് ഇതിന്റെ sec xന്റെ
ഡെറിവേറ്റീവ് sec x tan x എങ്കിൽ തിരിച്ച് sec x tan x ഇന്റഗ്രൽ ആണ് ഇത് sec x എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. ഡെറിവേറ്റീവ് പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രേഷൻ തൊടാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇത്രയൊന്ന് പഠിക്കുക, എഴുതിയെടുത്ത് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇനിയാണ് നമുക്ക് ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ആണ് നോക്കേണ്ടത്. ഇതും പ്ലസ് 1 പഠിച്ചതാണ്. നമ്മൾ പ്ലസ് 1 ആണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് 2 എത്തുന്നുള്ളൂ. അപ്പൊ ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. എക്സ് വേരിയബിൾ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ്. അത് അങ്ങനെ തന്നെ എഴുതാം, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ഈ രണ്ട് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ആൾജിബ്ര ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്ത് ഡെറിവേറ്റീവ് ചെയ്യുന്നത് തുല്യമാണ്. ഏത് ഓരോ ഫംഗ്ഷനും ഡെറിവേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഇവിടെയും ഡി ബൈ ഡി എക്സ് ഓരോന്നിനും അപ്ലൈ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. അടുത്തത് പറയുന്നത് ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇങ്ങനെ വരികയാണെങ്കിൽ അതാണ്ട് ആൽഫ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷനുമാണ്. അപ്പൊ നമ്മുടെ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, ഏതാണ് അതിനനുസരിച്ച് എഴുതുക. ആൽഫ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ആദ്യം എഴുതിയതാണ്. കെയുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇവിടെ ആൽഫ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 എന്ന് എഴുതരുത്. അങ്ങനെ 0 എഴുതിയിട്ട് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് സപ്പോസ് ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ആൽഫ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0യും എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് നിങ്ങൾ എഴുതിയാൽ 0 ഇൻറ്റു ദിസ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അത് അങ്ങനെയല്ല, ഒരു ഫംഗ്ഷന്റെ കൂടെ സപ്പോർട്ട് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണ് ഒരു കോൺസ്റ്റന്റ് കിടക്കുന്നതെങ്കിൽ ആ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആവില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യുക? പുറത്തെടുത്തിട്ട് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ചെയ്യണം. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ആൾജിബ്രയിൽ ഇത് 3 ആണ്. ഇനി നമുക്ക് 2 കൂടെ ഉണ്ട്, പ്രോഡക്റ്റും കോഷ്യന്റും. അത് കൂടി നോക്കാം. അപ്പോ നാലാമത് പറയുന്ന പ്രോഡക്റ്റ് റൂൾ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ നോക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഡെറിവേറ്റീവ് ചെയ്യുന്ന കാര്യമാണ് ഈ പ്രോഡക്റ്റ്. എവിടെ ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഡെറിവേറ്റ് ചെയ്യാൻ എവിടെ വന്നിരുന്നാലും ഡയറക്റ്റ് നിങ്ങൾ ഡെറിവേറ്റീവ് ചെയ്യരുത്, തെറ്റാണ്. അപ്പൊ എന്ത് തന്നെയാണ് അത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. പ്രത്യേക റൂളാണ്, ഇത് അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ തെറ്റായിരിക്കും. അപ്പൊ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ എഴുതണം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ എഴുതുക. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഏതാണ്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ്. തിരിഞ്ഞു വന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയണ്ടേ. സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. മനസ്സിലായോ? ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഇത് മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡീഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, ഓരോന്നിനും ഡെറിവേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. സബ്സ്ട്രാക്ഷനും ഓരോന്നിനും ഡെറിവേറ്റ് ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ കോൺസ്റ്റന്റ് 0 ആകില്ല. ഒരു ഫംഗ്ഷന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് 0 ആവില്ല. വെറും ആൽഫ ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തെടുക്കുന്നു, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതണം. അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്, രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ തന്നെ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് കോഷ്യന്റ് റൂൾ ആണ്.
അപ്പൊ നമുക്ക് ഇത് പറഞ്ഞിട്ട് ഇതിന്റെ വരെയുള്ള പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രൂവോടെ എഴുതാം. ഓക്കെ, അപ്പൊ നല്ലോണം നോക്കാം, നല്ലോണം എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്ത് നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. എഴുതിയെടുത്തോളാം. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തു പോവാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ഈക്വൽ ടു 2 sin x പ്ലസ് 3 tan x മൈനസ് 4 e raised to x പ്ലസ് 100. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ. ഇതിപ്പോ ഞാൻ പറഞ്ഞ അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആദ്യത്തെ 3 പ്രോപ്പർട്ടിയും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയാവും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പിന്നെ ഒരെണ്ണം എന്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളത്. അപ്പോ ഈ ഈക്വൽ ടു ഏതാണ് 2 sin x പ്ലസ് 3 tan x മൈനസ് 4 e raised to x പ്ലസ് 100. ഫൈൻഡ് dy by dx. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം, ഫൈൻഡ് dy by dx അല്ലെങ്കിൽ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞ് ഇത്രയും ചോദിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. നമുക്ക് വേണ്ടത് dy by dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു d by dx ഓഫ് y. y അല്ലേ, y എന്ന് പറഞ്ഞാൽ ഇത്രയും അല്ലേ. ഏതാണ് 2 sin x പ്ലസ് 3 tan x മൈനസ് 4 e raised to x പ്ലസ് 100. നോക്കടേ, ഇവിടെ പ്ലസും മൈനസും ഒക്കെ അല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഡി ബൈ ഡി എക്സ് ഈ പ്ലസിന്റെ അവിടെ ചകത്തോട്ട് പോയിക്കൂടെ, ഓരോന്നിലോട്ട് പോവാം. നമുക്ക് അങ്ങനെ എഴുതാം. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 sin x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3 tan x മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4 e raised to x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 100. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 sin x 2 കോൺസ്റ്റന്റ് ആണെങ്കിലും ഒരു ഫംഗ്ഷന്റെ കൂടെ ഉള്ളതുകൊണ്ട് അതിനെ പുറത്തെടുക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി 2 പുറത്തെടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് sin x പ്ലസ് ഇവിടെ 3 കോൺസ്റ്റന്റ് ഒരു ഫംഗ്ഷന്റെ കൂടെ ഉള്ളതുകൊണ്ട് പുറത്തെടുത്തു ഡി ബൈ ഡി എക്സ് ഓഫ് tan x മൈനസ് 4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു ഡി ബൈ ഡി എക്സ് ഓഫ് e raised to x. അവിടെ പുറത്തെടുക്കാനൊന്നുമില്ല, പുറത്തെടുത്താൽ 100 കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഡെറിവേറ്റീവ് എഴുതിപ്പോ. ഓക്കെ, അങ്ങനെ 2 കോൺസ്റ്റന്റ് അതുപോലെ എഴുതി. sin x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ എഴുതി 21 ഏതാണ് sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് 3 tan x ന്റെ ഡെറിവേറ്റീവ് ഏതാണ് sec സ്ക്വയർ x മൈനസ് 4 e raised to x ന്റെ ഡെറിവേറ്റീവ് ഏതാണ് e raised to x പ്ലസ് 100. കണ്ടോ, ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ഇല്ല, എക്സ് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ഇല്ല, വെറും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് പോയി 0 ആയിട്ട് പോയി. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയ 2ന്റെയും 3യുടെയും 3 ഒന്നും 0 ആയിട്ട് പോകാത്തതിന് കാരണം മനസ്സിലായല്ലോ. അതിനോടൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അതൊരു കോഎഫിഷ്യന്റ് ആണ്, അതിനെ പുറത്തെടുത്തിട്ട് ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ വരുമ്പോൾ ഫംഗ്ഷൻ ഇല്ല, വെറും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് എന്തായിട്ട് മാറി 0 ആയിട്ട് പോയി. ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ എഴുതിയാൽ മതി. 2 cos x പ്ലസ് 3 sec സ്ക്വയർ x മൈനസ് 4 e raised to x. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്, എന്നാലും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നല്ലോണം മനസ്സിലാക്കുക. ഇത് നമുക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് 2 sin x പ്ലസ് 3 tan x മൈനസ് 4 e raised to x പ്ലസ് 100 ആണ്. അപ്പോ പ്ലസ് ആയതുകൊണ്ട് ഓരോന്നിനും ഡെറിവേറ്റീവ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ആദ്യത്തെ എടുത്തു, അതിൽ 2 കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ കൂടെ ഉള്ള 2 അതുപോലെ എഴുതി. sin x ഡെറിവേറ്റീവ് cos x പ്ലസ് 3 അതുപോലെ എഴുതി. tan x ഡെറിവേറ്റീവ് sec സ്ക്വയർ x മൈനസ് 4 അതുപോലെ എഴുതി. e raised to x ഡെറിവേറ്റീവ് e raised to x പ്ലസ് 100 കോൺസ്റ്റന്റ് ആണ് 0 ആയിട്ട് മാറി. അപ്പൊ ഈ 2 സ്റ്റെപ്പ് ഒഴിവാക്കി നേരെ ഇതിലോട്ട് വരാം. ലാസ്റ്റ് ആൻസറും എഴുതാം. ഇത്രയേ ഉള്ളൂ അതിൽ എഴുതാനായിട്ട്. ഞാൻ പിന്നെ ഇതിൽ എഴുതാവുന്ന മാക്സിമം സ്റ്റെപ്പ് എഴുതി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലവണ്ണം ഇത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് നോക്കുക. ഇനി നമുക്ക് ഏതാണ് ഇതിന്റെ കോഷ്യന്റ് റൂളിലൂടെ പ്രോഡക്റ്റ് റൂളിന്റെ ഒരു കണക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ ഇത്ര നല്ലവണ്ണം എഴുതിയെടുക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത് y ഈക്വൽ ടു x സ്ക്വയർ sin x ഫൈൻഡ് dy by dx. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ നോക്കുക. നമുക്ക് വേണ്ടത് dy by dx ആണ്. ഈക്വൽ ടു d by dx ഓഫ് x സ്ക്വയർ sin x. നോക്ക്, ഇവിടെ 2 ഫംഗ്ഷൻ കാണുന്നുണ്ട്. x സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനും sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് ഏത് ഓൾജിബ്രയിൽ വരുന്നതാണ് നോക്കി. ഇടയ്ക്ക് പ്ലസ് ആണോ? ഇല്ല. മൈനസും ഇല്ല.
ഇത് രണ്ട് ഫംഗ്ഷൻ ആണ്, കോൺസ്റ്റന്റ് അല്ല. അപ്പൊ നോക്കട്ടെ, ഇപ്പൊ വേറെ സൈൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്താണുള്ളത്? ഇൻഡു ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻഡു സൈൻ എക്സ് ആണ്. ഞാൻ പറഞ്ഞു എവിടെ പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എവിടെ വന്നാലും ഏത് അപ്ലൈ ചെയ്തേ പറ്റൂ. ഡെറിവേറ്റ് ചെയ്യാനാണെങ്കിൽ എന്ത് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്യരുത്. അപ്പോ ഇവിടെ ഏതാ വരേണ്ടത്? പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് റൂൾ എന്താ പറഞ്ഞേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. ഇവിടെ എക്സ് സ്ക്വയറിന് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട, വെറും എക്സ് സ്ക്വയർ ആണ് നടക്കുന്നത്. കാരണം അതുപോലെ എഴുതുക ഇൻറ്റു. പക്ഷെ സൈൻ എക്സിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഡെറിവേറ്റീവ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഏതാണ്? കോസ് എക്സ് പ്ലസ് ഇവിടെ സൈൻ എക്സിന് ഒന്നും ചെയ്യണ്ട, അതുപോലെ എഴുതി ഇൻറ്റു ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണല്ലോ. അപ്പൊ കിട്ടി. ഇനി ഇതിനെ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഏതാണ്? എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് പ്ലസ് 2x ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇതാണ് പ്രോഡക്റ്റ് കൊണ്ട് വരുന്ന പ്രോബ്ലം. അപ്പോ വളരെ സിമ്പിൾ ആണ് ഈ പറഞ്ഞത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരെണ്ണം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതാണ് ഇപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്തു. ഇനി അടുത്ത് വേറെ ഒരെണ്ണം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഏതാണ്? y ഈക്വൽ ടു y equal to sin x into cos x. രണ്ടും ട്രിഗണോമെട്രി വരുന്നു. ഇവിടെ sin x into cos x എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കുന്നു ഫൈൻഡ് dy by dx ആണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് dy by dx എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ് നമുക്ക് വേണ്ടത്? dy by dx ആണ്. അപ്പോ d by dx of ഏതാണ്? sin x cos x. ഇവിടെയും ഇടയ്ക്ക് പ്ലസോ ഇല്ല മൈനസോ ഇല്ല, അപ്പൊ ഇൻഡു ആണ്. അപ്പൊ അത് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു സൈൻ എക്സിനെ ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എഴുതി ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാ? മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ എഴുതി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സ് എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇപ്പൊ നമുക്ക് ആദ്യം പ്ലസ് എഴുതാം. അത് ഏതാണ്? കോസ് സ്ക്വയർ എക്സ്. പിന്നെ ഏതാണ്? മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അല്ല, ഇത് ഡെറിവേറ്റീവ് തീർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി ഐഡന്റിറ്റി ആണ്. അതിന്റെ ആൻസർ ഇവിടെ എഴുതാം. അപ്പൊ ഏതാണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് കോസ് 2x. ഓക്കെ, ഇത്രയുള്ള അവിടെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് കോസ് 2x ആണ്. എന്നാൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതുമായിരുന്നു? എന്താണ്? ഒന്നാണ് അല്ലെ? ബേസിക് ട്രിഗണോമെട്രിഫിക്കേഷൻ ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ ഒന്നും, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ ആൻസർ എന്താണ്? കോസ് 2x ആണ്. അപ്പൊ ഇത്രയാണ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് റൂളിൽ പ്രോബ്ലം ഒന്നാ ചെയ്യാം. ഇനി ചിലപ്പോ കോഷ്യന്റും പ്രോഡക്റ്റ് കൊണ്ട് വരും. അപ്പൊ അടുത്ത നമ്മൾ കോഷ്യന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. കോഷ്യന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ല ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് കോഷ്യന്റിനകത്ത് ഏത് വരും? പ്രോഡക്റ്റ് വരും. ഈ നേരത്തെ പറഞ്ഞ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ വരും. ഇനി ഇങ്ങനെ കണക്ട് ചെയ്താണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇപ്പം പഠിച്ച് പോകുന്നതല്ല, അടുത്ത് വരുന്ന ഓരോ ടോപ്പിക്കിനകത്തും ഇങ്ങനെ ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് ഒരു ടോപ്പിക് പോലും നമ്മൾ അവോയ്ഡ് ചെയ്ത് എല്ലാം പഠിച്ചു തന്നെ പോകണം. ഓക്കെ, അതുകൊണ്ട് ഇത്രയും ശ്രദ്ധിക്കുക. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഇനി നമുക്ക് അടുത്ത് കോഷ്യൻ റൂളിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്ന് പറയുമ്പോൾ ഏതാണ്? കോഷ്യൻ എന്ന് പറയുമ്പോൾ ഡിവിഷൻ ആണ് വരുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷന്റെ ഡിവിഷൻ ആണ് വരുന്നത്. ഡിവിഷൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. കോഷ്യൻ റൂൾ വരുമ്പോ ഡിനോമിനേറ്റർ ജി ഓഫ് എക്സ് ആണ് ആദ്യം എഴുതേണ്ടത്. തിരിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. മാറിയാൽ ആൻസർ മാറും. ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മൈനസ്, നേരത്തെ പ്ലസ് ആയിരുന്നു പ്രോഡക്റ്റ്, മൈനസ് എന്താണ്? ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ
ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഈ ഒരു സംഭവം കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ തെറ്റരുത്, ആദ്യം വരേണ്ടത് ഡിനോമിനേറ്റർ. ഞാൻ നേരത്തെ പ്രോഡക്റ്റിൽ പറഞ്ഞു മാറ്റി എഴുതാന്ന് പറഞ്ഞു, അത് അവിടെ ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് മാറരുത്. കാരണം നമ്മൾ 5 - 2 പറഞ്ഞാൽ 3 ആണ്, എന്നാൽ 2 - 5 പറഞ്ഞാലോ -3 ആയി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നെഗറ്റീവിന്റെ വ്യത്യാസം വരും. അപ്പോൾ അത് ഒരു കാരണവശാലും ഉണ്ടാവരുത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്ലസ് ആണെങ്കിൽ കുഴപ്പമില്ല, രണ്ടും പറഞ്ഞാൽ എന്ത് തന്നെയാണ് 7 തന്നെ കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രോഡക്റ്റിൽ പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോഷ്യന്റിൽ പറയുമ്പോൾ ഏതാണ് ആദ്യം, ഏത് തന്നെ പറയണം? കോഷ്യന്റ് ഉള്ളിൽ ആദ്യം ഡിനോമിനേറ്റർ തന്നെ പറയണം. ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് കോഷ്യന്റ് റൂൾ. ഒരു കാരണവശാലും മറക്കരുത്, എവിടെ ഡിവിഷൻ വരുന്നോ ഡെറിവേറ്റ് ചെയ്യാനാണെങ്കിൽ കോഷ്യന്റ് റൂൾ തന്നെ അപ്ലൈ ചെയ്യണം, അല്ലാതെ ചെയ്യരുത്. അപ്പോ വളരെ പ്രോഡക്റ്റുകൾ കോഷ്യന്റ് റൂൾ ഇതെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പൊ ഇത്രയാണ് കോഷ്യന്റ് റൂൾ ഉള്ളത്, എഴുതിയെടുക്കുക. ഇതിന്റെ പ്രോബ്ലം നോക്കാം. ഏതാണ് y ഈക്വൽ ടു sin x by x. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. sin x by x സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. sin x by x ക്യാൻസൽ ചെയ്യരുത്, തെറ്റാണ്. sin x എന്ന് പറയുന്നത് മൊത്തത്തിലാണ് ഒരു ഫംഗ്ഷൻ, x വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പോ ഇതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് dy by dx. അപ്പൊ നോക്കുക, വേണ്ടത് dy by dx, അതായത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ d by dx ഓഫ് y ഏതാണ്? sin x by x. ഓക്കെ, sin x by x. ഇവിടെ നോട്ടം തന്നെ അറിയാം ഏതാണ് കോഷ്യന്റ് ആണ്. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ കോഷ്യന്റ് റൂൾ ആണ്. അപ്പൊ ഏതാണ് ഫോം? ഏതാണ്? ഡിനോമിനേറ്റർ x ആണ്. x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ sin x മൈനസ് ന്യൂമറേറ്റർ sin x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ എക്സിനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ എഴുതി. sin x ന്റെ ഡെറിവേറ്റീവ് ഏതാണ്? cos x മൈനസ് sin x നെ അതുപോലെ എഴുതി. x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ x സ്ക്വയർ. ഒന്നും ചെയ്യേണ്ട, അതുപോലെ എഴുതി. അങ്ങനെ നമുക്ക് എഴുതാം x cos x മൈനസ് sin x ഇൻറ്റു 1 ഏതാണ്? sin x ഓൾ ഡിവൈഡഡ് ബൈ x സ്ക്വയർ. അപ്പൊ ഇതാണ് ഏത്? ഇത്രയേ ഉള്ളൂ ആൻസർ. ഇവിടെ തീർന്നു. കോഷ്യന്റ് റൂൾ വരുമ്പോ ഇത്രയേ ഉള്ളൂ ആൻസർ. ഇത് വളരെ എളുപ്പമാണ് അല്ലെ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ റൂളിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ആ റൂൾ അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പമാണ്, ചെയ്യുന്നതെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അത് ചെയ്തങ്ങ് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്മൾ പഠിച്ച ഒരു സാധനമാണ് tan x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec square x ആണ് നമ്മൾ പഠിച്ചു. അപ്പോ tan x നമ്മൾ ചെയ്യാണ്, കോഷ്യന്റ് റൂളിൽ ചെയ്യാണ്. അങ്ങനെ ചോദിക്കുന്നല്ല പറയുന്നത്, ഒന്ന് ചിലപ്പോ ചോദിച്ചാലോ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് tan x ബൈ യൂസിങ് എന്താണ് കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? tan x ഫൈൻഡ് dy by dx ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? tan x നമുക്ക് എന്ത് ചെയ്യാം? sin x by cos x എന്നാക്കാം. ആയിക്കൂടെ? ഇപ്പൊ കോഷ്യന്റ് ആയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? tan x y എന്ന് പറഞ്ഞാൽ ഏതാണ്? tan x ആണ്. tan x നമുക്ക് എങ്ങനെ എഴുതാം? sin x by cos x. ഓക്കെ, അത് ചെയ്യുമ്പോൾ എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം dy by dx ആണ് കാണേണ്ടത്. dy by dx ഈക്വൽ ടു d by dx ഓഫ് y ഏതാണ്? tan x. ഇതിന്റെ ആൻസർ sec square x നമുക്കറിയാം. അപ്പൊ കോഷ്യന്റ് റൂൾ ചെയ്താൽ അത് തന്നെ കിട്ടുന്നു നോക്കാം. അപ്പൊ d by dx ഓഫ് tan x ഞാൻ എങ്ങനെ എഴുതുന്നു? sin x by cos x ആണ്. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നോക്കുമ്പോ കോഷ്യന്റ് റൂളായി. കോഷ്യന്റ് ആദ്യം ഡിനോമിനേറ്റർ. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു d by dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d by dx of denominator all divided by denominator square. That is cos x അതുപോലെ എഴുതി into sin x ഡെറിവേറ്റീവ് എന്താ? cos x മൈനസ് sin x അതുപോലെ എഴുതി into cos x ഡെറിവേറ്റീവ് ഏതാ? മൈനസ് sin x ഡിവൈഡഡ് ബൈ
കോസ് എക്സ് ദി ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ എക്സ് എന്ന്. എടാ ഇത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഏതാണ്? കോസ് സ്ക്വയർ എക്സ്. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഏതാണ്? സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്? 1 ആണ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ്. എന്താ 1 ബൈ കോസ്? 1 ബൈ കോസ് ഏതാണ്ട്? 1 ബൈ കോസ് സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? സീക്ക് എക്സ് അല്ലേ? അപ്പൊ സ്ക്വയർ വരുമ്പോ ഏതാണ്? സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, അങ്ങനെ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തെന്ന് നമ്മൾ അവിടെ പഠിച്ചു? സീക്ക് സ്ക്വയർ എക്സ് എന്ന് പഠിച്ചു. നമ്മളത് ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആക്കി കോഷ്യന്റ് റൂൾ ചെയ്തപ്പോഴും എന്ത് തന്നെ വന്നു? സീക്ക് സ്ക്വയർ എക്സ് തന്നെ വന്നു. അപ്പൊ ഇതാണ് കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഞാൻ പറഞ്ഞു കോഷ്യന്റ് റൂൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതായത് പഠിപ്പിക്കുമ്പോ നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അതിന് തൊട്ട് ബാക്കിൽ വരെ പഠിച്ചതെല്ലാം പിന്നത്തെ ഈ പ്രോബ്ലമിന്റെ അകത്ത് യൂസ് ചെയ്യുന്നതായിട്ട് വരും എന്ന് പറയും. അപ്പൊ അങ്ങനെ വരും. ഇനി ഇതാണ് കണ്ടോ, ഇതില് നമ്മൾ ആദ്യം കാണുന്ന കോഷ്യന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ മറ്റൊരു ഫംഗ്ഷൻ, ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ തന്നെ നോക്കുമ്പോ മുകളിലത്തെ ഫംഗ്ഷൻ കണ്ടോ, രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ? അപ്പൊ കണ്ടോ, ഇത് കോഷ്യന്റ് റൂളിൽ വീണ്ടും എന്ത് വന്നിട്ടുണ്ട്? പ്രോഡക്റ്റും കൂടെ വരുന്ന ഒരു ഇതാണ്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഈ +2 അടുത്ത ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ആ കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ ഈ പ്രോഡക്റ്റ്, കോഷ്യന്റ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇതെല്ലാം വരുന്നതില്ല. അതുകൊണ്ട് എല്ലാം വ്യക്തമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് അങ്ങനെ പറയുന്ന ഒരു പ്രോബ്ലം ആണ് വരുന്നത്. അപ്പൊ നോക്കാം. ഇപ്പൊ ഈക്വൽ ടു e raised to x tan x by x find dy by dx. അപ്പൊ നമുക്ക് കാണേണ്ടത് dy by dx ആണ്. ഈക്വൽ ടു d by dx of e raised to x tan x divided by x. അപ്പൊ കോഷ്യന്റ് റൂളാണ്. കോഷ്യന്റ് റൂളാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ കോഷ്യന്റ് റൂൾ ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു d by dx ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ഏതാണ്? e raised to x tan x മൈനസ് ന്യൂമറേറ്റർ e raised to x tan x ഇൻറ്റു d by dx ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഏതാണ്? x ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, നോക്കാം. ഇനി അടുത്ത് ഈ എക്സിനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ എഴുതി. അടുത്ത് ചെയ്യേണ്ടത് ഏതാ? d by dx ഓഫ് e raised to x tan x, അതായത് e raised to x into tan x. അപ്പൊ e raised to x into tan x ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇത് എന്താണ്? ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റും ഡെറിവേറ്റീവ്. അപ്പൊ എന്തേ ചെയ്യാവൂ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രോബ്ലമിനകത്ത് പ്രോഡക്റ്റ് റൂളോ അല്ലെങ്കിൽ കോഷ്യന്റ് റൂളോ എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ചായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ബ്രാക്കറ്റിനകത്താക്കി തന്നെ ചെയ്യണം, ബ്രാക്കറ്റ് ഇടാതെ ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെയാണ്. അപ്പൊ ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ e raised to x ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് tan x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് e raised to x. പിന്നെ അടുത്ത് വരുന്നത് ഇവിടെയാണ് മൈനസ്. ഇത് e raised to x tan x ഒന്നും ചെയ്യണ്ട. d by dx of x ഏതാണ്? 1 ഡിവൈഡഡ് ബൈ x. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒരു പ്രോബ്ലമിനകത്ത് മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക. കാരണം ഈ എക്സ് ഇൻറ്റു ഇത്രയാണല്ലോ. നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ എക്സ് ഇതിന് മാത്രം നിൽക്കും, ഇത്രയും മാത്രമേ ഉള്ളൂ. അത് വേറെ ആയിപ്പോ. അപ്പൊ ഈ എക്സ് ഇതിനും കൂടെ ബാധകമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്ന ഇതെല്ലാം എന്താണ്? ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ ഏതാണ്? ഈ എക്സ് ഇൻറ്റു നമുക്ക് വേണമെങ്കിൽ എന്തായാലും എക്സ് ഇൻറ്റു e raised to x ഇൻറ്റു tan x ഡെറിവേറ്റീവ് എന്താണ്? sec സ്ക്വയർ എക്സ് മൈനസ് tan x ഇൻറ്റു ഇവിടെ ഏതാ? e raised to x ഡെറിവേറ്റീവ് ഏതാണ്? e raised to x തന്നെ മൈനസ് e raised to x ഇൻറ്റു tan x ഇൻറ്റു 1 വേണ്ടല്ലോ ബൈ നമുക്ക് എന്ത് പറയാം? x സ്ക്വയർ എന്ന് പറയാം. ഇവിടെ നമുക്ക് ഇവിടെ ഈ എക്സ് സ്ക്വയറും എക്സും കൂടെ ക്യാൻസൽ ആവില്ല. കാരണം എക്സ് ഏതുവരെ ഉള്ളൂ? ഇതിന് വരെ ഇത്ര വരെ ഉള്ളൂ, അങ്ങോട്ടില്ല. അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. തൽക്കാലം അങ്ങനെ തന്നെ കടന്നോട്ടെ. നമുക്ക് നോക്കാം. ഇതിലും e raised to x ഉണ്ട്, പുറത്തെടുക്കാം. അപ്പൊ എന്താണ്? എക്സ് e raised to x ഇൻറ്റു sec സ്ക്വയർ എക്സ് മൈനസ് tan x മൈനസ് e raised to x tan x ബൈ x സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇവിടെ e raised to x ഉണ്ട്, ഇത് ഒറ്റ ടൈം ആണ്. ഇതിലൊരു e raised to x ഉണ്ട്, പുറത്തെടുക്കാം. e raised to x ഇൻറ്റു x ഇൻറ്റു sec സ്ക്വയർ എക്സ് മൈനസ് tan x
മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു റൂളിനകത്ത് മറ്റൊരു റൂൾ വരുമ്പോൾ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു കണക്കിന്റെ അകത്താണല്ലോ വരുന്നത്, അവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് e⁻x into tan x നെ d/dx of e⁻x into tan x, e⁻x ഡെറിവേറ്റീവ് e⁻x tan x ഡെറിവേറ്റീവ് sin square x എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും നമ്മൾ എന്ത് തന്നെ ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യണം. അതുപോലെ എവിടെ കോഷ്യന്റ് റൂൾ ഡെറിവേറ്റീവ് വന്നാൽ കോഷ്യന്റ് റൂൾ തന്നെ ചെയ്യണം. ഓക്കെ, ഡിവിഷൻ വന്നാൽ കോഷ്യന്റ് റൂൾ തന്നെ ചെയ്യണം, ഒരിക്കലും മാറ്റി ചെയ്യരുത്. അപ്പോൾ അത് ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y equal to log x plus e⁻x by root x find dy/dx. ഇവിടെയും നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർന്ന് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം. log x plus e⁻x by root x. ഇവിടെ dy/dx കാണുമ്പോൾ d/dx ഓഫ് y ഏതാണ്, log x plus e⁻x divided by ഈക്വൽ ടു ആദ്യം കാണുന്നത് കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ പറയുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് എക്സ് ഒന്നും ചെയ്തില്ല അതുപോലെ ഇട്ടു ഇൻറ്റു ഇത്രയും ഡെറിവേറ്റീവ് ആണ്. ഇത് രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് തന്നെ കൊടുക്കുക. നേരത്തെ ചെയ്ത പ്രോബ്ലമിൽ ഇവിടെ പ്രോഡക്റ്റ് ഉള്ളായിരുന്നു, പക്ഷെ ഇവിടെ ആണെങ്കിൽ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും log എക്സിന്റെ ഡെറിവേറ്റീവ് ഓരോന്നായിട്ട് ചെയ്യാം. log എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് e⁻x ഡെറിവേറ്റീവ് e⁻x ഉണ്ടോ. പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ പ്രോഡക്റ്റ് തന്നെ അപ്ലൈ ചെയ്യണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആൾജിബ്രയിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓരോന്നിനും ഡെറിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ചെയ്തു. മൈനസ് അടുത്തത് ഇതിനെ ഒന്നും ചെയ്യണ്ട, log x പ്ലസ് e⁻x ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ് 1/2 റൂട്ട് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സിന്റെ റൂട്ട് എക്സിന്റെ സ്ക്വയർ ഏതാണ് എക്സ്. ഇനി നോക്കട്ടെ, മുകളിൽ വരുമ്പോൾ നമുക്ക് ഇതിനെ ഓൾ ഡിവൈഡ് ബൈ എക്സിനെ 1/x എന്ന് ആദ്യമേ ഞാൻ എഴുതാണ്, എന്നിട്ട് വലിയൊരു ബ്രാക്കറ്റ് ഉള്ളൂ ഇൻറ്റു ഇവിടെ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു 1/x പ്ലസ് e⁻x ഇത്രയ്ക്കും ബൈ 1 എന്ന് കൊടുക്കാം മൈനസ് ഇവിടെ log x പ്ലസ് e⁻x ബൈ 2 റൂട്ട് എക്സ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്രമീകരിച്ച് പറയുന്നത്. അതായത് ഇവിടെ 1 ഇടാൻ കാരണം ഈ log x പ്ലസ് e⁻x ഓൾ ഡിവൈഡ് ബൈ 2 റൂട്ട് എക്സ് ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇവിടെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുള്ളത് എഴുതിയെന്നുള്ളത്, അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ചെയ്യാം. 1/x 1 ഇൻറ്റു 2 റൂട്ട് എക്സ് 2 റൂട്ട് എക്സ് 2 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് വരുമ്പോൾ അതാണ് 2x അല്ലെ ഇൻറ്റു 1/x പ്ലസ് e⁻x മൈനസ് 1 ഇൻറ്റു log x പ്ലസ് e⁻x അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ വരുന്നത്. എന്റെ ബാക്കി ഈക്വൽ ടു 1/x ഇൻറ്റു ഇവിടെ 2x അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും, ഇവിടെ എക്സും എക്സും ക്യാൻസൽ ആവും 2 എന്ന് വരും പ്ലസ് ഇവിടെ വരുമ്പോൾ 2x e⁻x മൈനസ് അകത്തോട്ട് വരുമ്പോൾ മൈനസ് log x മൈനസ് e⁻x ബൈ 2 റൂട്ട് എക്സ് എന്നായി. നമുക്ക് എന്ത് ചെയ്യാം, ബൈ എക്സ് ഇവിടെ ഉണ്ട്, ബൈ 2 റൂട്ട് എക്സ് ഉണ്ട്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് എഴുതാം, പിന്നെ ബാക്കിയെല്ലാം എഴുതാം. അപ്പൊ ഏതാണ് മുകളിലുള്ളത് 2 പ്ലസ് 2 മൈനസ് log x. ഇതിൽ രണ്ടിലും e⁻x ഉള്ളതുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. e⁻x എന്ന് പുറത്തെടുത്താൽ e⁻x ഇൻറ്റു ഇവിടെ 2x ഉണ്ട്, അവിടെയാണെങ്കിൽ മൈനസ് 1 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ ഏതാണ് 2x റൂട്ട് എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇത്രയാണ്
ഇവിടെ വരുന്ന ഇതിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. അപ്പോൾ കോഷ്യന്റ് അതിന്റെ അകത്ത് വന്നപ്പോൾ അഡിഷൻ വന്നപ്പോൾ ഇങ്ങനെയും വന്നു. അപ്പൊ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഡെറിവേറ്റീവിന്റെ ബേസിക് ആണ്. അത് ഒരിക്കലും നിങ്ങളൊന്ന് ഇത് നിസ്സാരമായിട്ട് പഠിക്കരുത്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകും തോറും വലിയ പ്രയാസമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അത്ര നല്ലവണ്ണം ഒന്ന് പഠിക്കണം. ഇത്രയാണ് നമ്മൾ ആൾജിബ്ര ഡെറിവേറ്റീവിൽ വരുന്നത്. നല്ലവണ്ണം നോട്ട് എഴുതിയെടുക്കണം. നല്ലവണ്ണം ക്ലിയർ ആയിട്ട് എഴുതിയെടുത്ത് പഠിക്കുകയും വേണം. ഇത്തരുന്ന ഹോംവർക്കും ക്ലിയർ ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത്രയും ഞാൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. പഠിച്ചാൽ നമുക്ക് ഇനിയുള്ളത് നമുക്ക് പ്രയാസമില്ലാതെ പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിന് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട കാര്യം ആ 21 ആദ്യം പഠിച്ച ആ 21 നിങ്ങൾ നല്ലോണം ബൈഹാർട്ടാക്കുക. ഓക്കെ, അത് നല്ലോണം ബൈഹാർട്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓക്കെ, അതുകൊണ്ട് അത് നല്ലോണം പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിന് അടുത്ത ടോപ്പിക് പഠിക്കാം.